സഹകാരിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ നോക്കുന്നത് ഏത് ഭാഗമെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന്റെ പ്രധാന ഭാഗമായ മെമ്മറി യൂണിറ്റ്സുകളെ കുറിച്ചാണ്. മെമ്മറി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലേ, മനുഷ്യനെ പോലെ തന്നെ കമ്പ്യൂട്ടറിനും ഓർത്ത് വെക്കുവാനും ഡേറ്റ സംഭരിക്കുവാനും നമുക്ക് ആവശ്യമായ സമയത്ത് റിട്രീവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ മെമ്മറി യൂണിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യനെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മൾ ചില കാര്യങ്ങൾ കേട്ടുടനെ മറക്കുകയും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കുകയും ചെയ്യുന്നു. അത് നമ്മളെ മൈൻഡിൽ തങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ നമ്മളപ്പോൾ മനുഷ്യന്റെ മെമ്മറി നമുക്ക് തരംതിരിക്കുന്നത് പോലെ തന്നെ കമ്പ്യൂട്ടറുകൾക്ക് മെമ്മറി ഭാഗമുണ്ട്, അതുപോലെ തന്നെ അവ പലതായി തിരിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഏതൊക്കെയാണ് മെമ്മറി യൂണിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് തുടക്കം മെമ്മറി എന്താണെന്ന് നോക്കാം. കമ്പ്യൂട്ടറിന്റെ മെമ്മറി എന്താണ്? കമ്പ്യൂട്ടറിന് ആവശ്യമായ ഡേറ്റാസ് സേവ് ചെയ്യുന്നതിലേക്കും സ്റ്റോർ ചെയ്യുന്നതിലേക്കും ഇൻസ്ട്രക്ഷൻസ് വീണ്ടും നമുക്ക് ആവശ്യമുള്ള സമയത്ത് റീറ്റെയിൻ ചെയ്യുന്നതിലേക്കും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഭാഗമാണിത് മെമ്മറി എന്ന് പറയുന്നത്. നോക്കൂ, മെമ്മറി ഇസ് എ പ്ലേസ് where we can store data, instructions and result temporary or permanently. അതായത് നമ്മുടെ ഡേറ്റാസ് സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ നമ്മൾ ചെയ്യുന്ന ഡേറ്റാസോ ഇൻസ്ട്രക്ഷൻസ് പ്രോസസ്സ് എനിത്തിങ് എൽസ് എന്ത് തന്നെയായിരുന്നാലും അത് സേവ് ചെയ്യുന്ന ഭാഗത്തിന് പറയുന്നതാണ് എന്തെന്ന് മെമ്മറി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമ്മുടെ മൈൻഡ് ഓർത്താൽ മതിയടാ, നമ്മുടെ മനസ്സിൽ എങ്ങനെ സേവ് ചെയ്യുന്നു എന്ന് ചിന്തിക്കുക. നമുക്കൊരു എക്സാം വന്നു, അപ്പൊ നമ്മൾ എന്തായിരുന്നു പഠിക്കുവാണ്, നമുക്കത് മറക്കാൻ പാടില്ല, ബൈ ഹാർട്ട് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് ആവശ്യത എക്സാം സമയത്ത് അത് റിട്രീവ് ചെയ്യണം. അപ്പൊ എന്താ, നമ്മളതൊരു പെർമനന്റ് സ്റ്റോറേജ് ആയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മെമ്മറിയെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും. മെമ്മറിയെ നമ്മൾ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നു? രണ്ട് രീതിയിൽ. പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും രണ്ട് രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. പ്രൈമറി മെമ്മറി എന്താ ചെയ്യുന്നേ? പ്രൈമറി മെമ്മറി ഹോൾഡ് ഡേറ്റ, ഇന്റർമീഡിയറ്റ് റിസൾട്ട് ആൻഡ് റിസൾട്ട്സ് ഓഫ് ഓൺ ഗോയിങ് ജോബ്സ് ടെമ്പറർലി. ഓർക്കുക, ടെമ്പറർലി, താൽക്കാലികമായി. പ്രൈമറി മെമ്മറി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് താൽക്കാലികമായിട്ട് നമ്മൾ ചെയ്യുന്ന ഡേറ്റയോ താൽക്കാലിക റിസൾട്ടുകളോ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഓൺ ഗോയിങ് ജോബ്സ് എല്ലാം എന്ത് ചെയ്യുന്നു? താൽക്കാലികമായി സേവ് ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? പ്രൈമറി മെമ്മറിയിലാണ്. പ്രൈമറി മെമ്മറി. സോ ദ പ്രൈമറി മെമ്മറി ഹോൾഡ് ഡേറ്റ, ഇന്റർമീഡിയറ്റ് റിസൾട്ട് ആൻഡ് റിസൾട്ട്സ് ഓഫ് ഓൺ ഗോയിങ് ജോബ്സ് ടെമ്പറർലി. താൽക്കാലികമായി സേവ് ചെയ്യുന്ന ഭാഗമാണ് ഇത് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. ഇത് നമ്മൾ നമ്മുടെ മനുഷ്യ ശരീരമായിട്ട് കമ്പയർ ചെയ്യുക. നമ്മൾ ഒരു ഇപ്പോൾ ഈ ക്ലാസ് എടുക്കുക, ഈ കാണുന്ന സ്ലൈഡ് ഞാനിപ്പോൾ ഇത് താൽക്കാലികമായി വായിച്ചു. മെമ്മറി ഈസ് എ പ്ലേസ് വേർ വി ക്യാൻ സ്റ്റോർ ഡേറ്റ, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് റിസൾട്ട്സ് ടെമ്പറർലി എന്നിങ്ങനെ വായിച്ചു. ഇതെന്താണ്? ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കിത് ഓർമ്മിക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഞാനത് മറന്നു പോവുകയാണ്. എങ്കിൽ എന്താണ്? താൽക്കാലികമായി. അപ്പം അതെൻ്റെ ഏതിൽ സേവ് ചെയ്യുന്നു? പ്രൈമറി മെമ്മറിയിലാണ് സേവ് ചെയ്യുന്നത്. ഞാനത് കണ്ടു, കേട്ടു, പറഞ്ഞു, അവിടെ കൊണ്ട് മറന്നുപോയി. സോ അപ്പം എന്തായി? പ്രൈമറി മെമ്മറിയിലാണ് ഡേറ്റ സേവ് ആയി പോയത്. കാര്യം എന്താ? ഞാൻ ആവശ്യം കഴിഞ്ഞു, ഞാനതങ്ങ് കഴിഞ്ഞു, മറന്നുപോയി. അതേസമയം നമ്മൾ സെക്കൻഡറി മെമ്മറിയിലോട്ട് വരുമ്പോൾ അത് എങ്ങനെ വരും? സെക്കൻഡറി മെമ്മറി ഈസ് വൺ ഓഫ് ദ സെക്കൻഡറി മെമ്മറി ഓൺ ദ അതർ ഹാൻഡ് ഹോൾഡ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ പെർമനൻ്റലി. അതായത് സ്ഥിരമായി നമ്മൾ ഒരു കാര്യം, ഒരു ബുക്ക് എടുത്തു, നമ്മൾ കൃത്യമായി വായിച്ചു, നന്നായി അതിനെ പഠിച്ചു, വീണ്ടും വീണ്ടും ആവർത്തിച്ചു പഠിച്ചു. ഏത് സമയത്ത് നമ്മളോട് ചോദിച്ചാലും നമ്മളത് ഏത് സാഹചര്യത്തിൽ ചോദിച്ചാൽ നമ്മളത് പറയാൻ കേപ്പബിളായി. അങ്ങനെയാണെങ്കിൽ അതെന്തായി? നമ്മുടെ സെക്കൻഡറി മെമ്മറി പെർമനൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതായി. സോ അപ്പോൾ സെക്കൻഡറി മെമ്മറി എന്താണ്? ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും എന്ത് ചെയ്യും? ഡേറ്റാസും ഇൻഫർമേഷനും എന്ത് ചെയ്യും? പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? മെമ്മറി യൂണിറ്റ് ഉണ്ട്, അതായത് സംഭരണശേഷി, ഓർമ്മിച്ച് വെക്കാൻ കഴിയുന്ന ഭാഗം. മനുഷ്യ ശരീരം പോലെ തന്നെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇതെന്ന് പറയുന്നത് മെമ്മറി എന്ന് പറയുന്നത്. മെമ്മറി നമുക്ക് കമ്പ്യൂട്ടറിൽ രണ്ട് തരത്തിലുണ്ട്. പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. പ്രൈമറി എന്താണ്? നമ്മുടെ തലയിൽ അല്ലെങ്കിൽ നമ്മൾ താൽക്കാലികമായി ചെയ്യുന്ന ഓൺഗോയിങ് പ്രോസസ്സുകൾ അല്ലെങ്കിൽ ടെമ്പററി റിസൾട്ട്സ് ഒക്കെ സേവ് ചെയ്യുകയും അത് പവർ ഓഫ് ആകുമ്പോൾ നഷ്ടമാവുകയും ചെയ്യുന്നതാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. സെക്കൻഡറി അല്ലെങ്കിൽ ആക്സിലറി മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡേറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ സ്ഥിരമാണ്, എപ്പോൾ എവിടെ വെച്ച് നമുക്കത് നീഡ് ആവശ്യമുള്ള സമയത്ത് ലഭ്യമാക്കുന്ന മെമ്മറിയാണ് എന്തെന്ന് പറയുന്നത്? സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. അത് പവർ ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാകുമോ എന്ന് ചോദിച്ചാൽ നഷ്ടമാകില്ല. ക്ലിയർ ആണ്? എടാ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മെമ്മറിയുടെ ചാർട്ട് ഒന്ന് നോക്കാം. ഓക്കെ,
മെമ്മറിയെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന രീതിയാണ്. നോക്കി എങ്ങനെയൊക്കെയാണ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി. നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറി എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ചാർട്ട് നിങ്ങളുടെ മനസ്സിൽ ബൈ ഹാർട്ട് ആക്കി എപ്പോഴും വെച്ചേക്കുക. കാരണം ഇത് സിംപ്ലിഫൈ ചെയ്ത് തന്നിരിക്കുന്നതാണ്. ഒറ്റ സ്റ്റെപ്പിന് സ്ട്രക്ചർ നമുക്ക് എല്ലാം മനസ്സിലാക്കണം. നോക്കി കമ്പ്യൂട്ടർ മെമ്മറി ഇതെന്താണ്? മെയിൻ ആയിട്ട് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയാണ്. ഇതിനെ നമ്മൾ എന്തായി രണ്ടായി തിരിച്ചു, പ്രൈമറി എന്നും സെക്കൻഡറി എന്നും. സോ അതെന്താ പ്രൈമറി മെമ്മറി നമ്മൾ പറയുന്ന മറ്റു പേരുകൾ എന്താണ്? ഇന്റേണൽ മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് ഏത് മെമ്മറിയാണെന്ന് ചോദിച്ചാൽ അതേതാണ്? പ്രൈമറി മെമ്മറിയാണ്. ഇന്റേണൽ മെമ്മറി അല്ലെങ്കിൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രൈമറി മെമ്മറിയാണ്. അപ്പൊ നമ്മൾ ഈ സെക്കൻഡറി പറഞ്ഞു. സെക്കൻഡറി എന്താണ്? എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറി. സെക്കൻഡറി മെമ്മറിയുടെ മറ്റു പേരുകളാണ് എക്സ്റ്റേണൽ ഓർ ഓക്സിലറി മെമ്മറി എന്ന് പറയുന്നത്. നമ്മളോട് ചിലപ്പോൾ സെക്കൻഡറി മെമ്മറി തന്നെ ചോദിക്കണമെന്നില്ല, ചിലപ്പോൾ ഓക്സിലറി മെമ്മറി ഏതാണെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഹാർഡ് ഡിസ്ക് വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി എന്ന് ചോദിച്ചിട്ട് എന്താണ് ഇന്റേണൽ, മെയിൻ മെമ്മറി, ഓക്സിലറി മെമ്മറി, നൺ ഓഫ് ദിസ് എന്ന് തന്നാൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും? അത് ഓക്സിലറി മെമ്മറിയാണ്. അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറിയുടെ മറ്റു പേരുകളാണ് എക്സ്റ്റേണൽ മെമ്മറി അഥവാ ഓക്സിലർ മെമ്മറി. നമ്മൾ അധികമായിട്ടല്ലേ ഡേറ്റാസ് സംഭരിക്കാൻ വേണ്ടി അധികമായി ഘടിപ്പിക്കുന്നത് കൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? എക്സ്റ്റേണൽ മെമ്മറി എന്ന് അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറി എന്ന് പറയുന്നത്. അതേസമയം പ്രൈമറി മെമ്മറി എന്തുകൊണ്ടാണ് ഇന്റേണൽ അല്ലെങ്കിൽ മെയിൻ മെമ്മറി എന്ന് പറയാൻ കാര്യം? നമുക്ക് ആ സമയത്ത് പ്രോസസ്സിങ്ങിന് ആവശ്യമായ കാര്യങ്ങൾ അപ്പം തന്നെ സ്റ്റോർ ചെയ്യും യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അത് എന്തായത്? ഇന്റേണൽ കമ്പ്യൂട്ടറിനകത്ത് തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ളത് കൊണ്ടാണ് അത് ഇന്റേണൽ മെമ്മറി എന്നും മെയിൻ മെമ്മറി എന്നും അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? നോക്കുക, ഇന്റേണൽ ഓർ മെമ്മറി, പ്രൈമറി മെമ്മറി അറിയപ്പെടുന്നതാണ് ഇന്റേണൽ ഓർ മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. സോ ഈ പ്രൈമറി മെമ്മറിയെ നമ്മൾ അടുത്ത വീണ്ടും സബ് ഡിവൈഡ് ചെയ്യുകയാണ്. എങ്ങനെയൊക്കെയാണെന്ന് നോക്കൂ. റാം ആൻഡ് റോം നമ്മൾ ഫെമിലിയർ ആണ്, കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടി ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ ഇൻഡെപ്തിൽ പഠിച്ചു വെക്കണം. കാരണം നമ്മളൊരു കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു ഏത് എക്സാം ആയിക്കോട്ടെ, PSCയുടെ ഏത് എക്സാം എടുത്തിരുന്നാലും നമുക്കിത് കോമൺ സബ്ജക്റ്റ് ആണ് അല്ലെ. IT എന്ന് പറയുന്നത് കോമൺ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, മീൻസ് ഏത് ലെവലിൽ ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കൂ. സോ നമ്മൾ നോക്കൂ, റാം നോക്കൂ. റാം എന്താ? റാൻഡം ആക്സസ് മെമ്മറി. റാമിന്റെ ഫുൾ ഫോം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി. ദെൻ പ്രൈമറി മെമ്മറി രണ്ടായി തിരിച്ചാണ് റാം ആൻഡ് റോം. റോം എന്താ? റീഡ് ഒൺലി മെമ്മറി. റീഡ് ഒൺലി മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. ദെൻ എഗൈൻ എന്താ? നമ്മൾ ഈ റാമിനെ പറഞ്ഞു, ഈ റാമിനെ വീണ്ടും എന്തായി രണ്ടായി സബ് ഡിവൈഡ് ചെയ്തു. എസ് റാം ആൻഡ് ഡി റാം. റാമിനെ വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ്? എസ് റാം ആൻഡ് ഡി റാം. എസ് റാം എന്താണ്? സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി. സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറിയാണ് എസ് റാം എന്ന് പറയുന്നത്. ദെൻ ഡി റാം എന്താ? ഡൈനമിക് റാൻഡം ആക്സസ് മെമ്മറി. ഇത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കാരണം ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രവർത്തനം അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ക്വാളിറ്റി എന്താണെന്ന് ചോദിക്കുന്നത് കൊണ്ട് നമുക്ക് ഓരോന്നും പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ്. അത് നമ്മളിപ്പോൾ റാം രണ്ടായി തിരിച്ചു, എസ് റാം ആൻഡ് ഡി റാം. സിമിലർലി നമ്മൾ റോമും അതുപോലെ എന്താണ്? പ്രോം, ഇപ്രോം, ഇഇപ്രോം ഇങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി, പ്രോഗ്രാം ചെയ്ത റീഡ് ഒൺലി മെമ്മറിയാണ്. ദെൻ എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. ലാസ്റ്റ് വൺ ഇലക്ട്രിക്കലി എറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി. അങ്ങനെ മൂന്ന് തരത്തിലാണ് റോമിനെ തിരിച്ചിട്ടുള്ളത്. പ്രോം, ഇപ്രോം, ഇഇപ്രോം. അപ്പൊ റാം എങ്ങനെയാണ്? എസ് റാം ആൻഡ് ഡി റാം ആണെങ്കിൽ റോം എങ്ങനെ വരുന്നു? പ്രോം, ഇപ്രോം, ഇഇപ്രോം ഇങ്ങനെ മൂന്ന് തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സിമിലർ വേ നമുക്ക് സെക്കൻഡറി മെമ്മറിയിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ്? സീക്വൻഷ്യൽ മെമ്മറി ഉണ്ട്, റാൻഡം മെമ്മറി ഉണ്ട്. സീക്വൻഷ്യൽ മെമ്മറി വരുമ്പോൾ ഏതൊക്കെ വരുവാടാ? മാഗ്നറ്റിക് ടേപ്പും ഗ്രാമഫോണും. മാഗ്നറ്റിക് ടേപ്പ് എന്താണ്? നമ്മളെ പഴയകാല ടേപ്പുകളാണ്. അതൊരു സീക്വൻസ് ആയിട്ട് മാത്രമേ നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇടയിൽ കയറി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. അതുപോലെ തന്നെയാണ് ഗ്രാമഫോൺ. വലിയ മൈക്ക് പോലത്തെ കോളാമ്പി പോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സാധനം കണ്ടിട്ടില്ലേ? ഗ്രാമഫോൺ. അതിന് നമുക്ക് എന്താണ്? സീക്വൻസ് ആയിട്ട് നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇടയ്ക്കും ഇതിനുള്ളത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേസമയം ഈ സെക്കൻഡറി മെമ്മറിയിൽ സീക്വൻസും ഉണ്ട്, റാൻഡം ഉണ്ട്. റാൻഡം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള റാൻഡം ആക്സസ് മെമ്മറിയെ വീണ്ടും നമ്മൾ മാഗ്നറ്റിക് ഡിസ്ക് എന്നും ഒപ്റ്റിക്കൽ ഡിസ്ക് എന്നും ഫ്ലാഷ് മെമ്മറി എന്നും അതിനെ എന്തായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? വീണ്ടും മൂന്നായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? മാഗ്നറ്റിക് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക് ആൻഡ്
ഫ്ലാഷ് മെമ്മറി. 3 രീതിയിലാണ് വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുക. ഓർക്കുക, സെക്കൻഡ് മെമ്മറി വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കുക. സെക്കൻഡറി മെമ്മറി സീക്വൻസും റാൻഡം. സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരേ ലെവലിൽ നമുക്ക്, ഇപ്പോൾ നമ്മളെ പഴയകാല ടേപ്പ് റെക്കോർഡർ ഓർക്കുക, ഗ്രാമഫോൺ ഓർക്കുക, അതാണ് സീക്വൻസ്. ഒന്നും നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. റാൻഡം ആകുമ്പോൾ എന്ത് ചെയ്യാം, അതിനെ വീണ്ടും 3 ആയിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ? മാഗ്നറ്റിക് ഡിസ്ക്, ഒപ്റ്റിക്കൽ ഡിസ്ക് ആൻഡ് ഫ്ലാഷ് മെമ്മറി. മാഗ്നറ്റിക്കും ഒപ്റ്റിക്കും ഫ്ലാഷ് മെമ്മറി, ഇങ്ങനെ 3 തരത്തിൽ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാഗ്നറ്റിക് ഡിസ്കിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹാർഡ് ഡിസ്കും ഫ്ലോപ്പി ഡിസ്കും. അതേത് ഡിസ്ക് ആണ്? മാഗ്നറ്റിക് ഡിസ്ക് ആണ്. ദെൻ ഒപ്റ്റിക്കൽ ഏതാണ്? CD ആൻഡ് DVD ഒപ്റ്റിക് ഡിസ്ക് ആണ്. ഒപ്റ്റിക്കലാണ്. ഒപ്റ്റിക്കൽ അല്ലെ, ഫൈബർ ഒപ്റ്റിക്സ് വെച്ച് ലൈറ്റ് വെച്ച് സേവ് ചെയ്യുന്ന CD-യും DVD ആണ്. മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഹാർഡ് ഡിസ്കും ഫ്ലോപ്പി ഡിസ്കും. ദെൻ ഫ്ലാഷ് മെമ്മറി ഏതാന്ന് ചോദിച്ചാൽ അതെങ്ങനെയാ? പെൻ ഡ്രൈവ് ആൻഡ് മെമ്മറി കാർഡ് അല്ലേ. പെൻ ഡ്രൈവ് മെമ്മറി കാർഡൊക്കെ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ അതെന്താണ്? പെൻ ഡ്രൈവ് മെമ്മറി കാർഡ് എന്ന് പറയുന്നത് ഫ്ലാഷ് മെമ്മറിയാണ്. ഈ ഒരു ചാർട്ട് ബേസിക്കലി മനസ്സിനകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കുക. കാരണം ഇതൊരു ബേസിക് ചാർട്ടാണ്. നമ്മളൊരു മെമ്മറി പാർട്ട് പഠിക്കുമ്പോൾ, ഒരു കമ്പ്യൂട്ടറിന്റെ മെമ്മറി യൂണിറ്റ്സ് അല്ലെങ്കിൽ അതിന്റെ ബേസിക് നമ്മൾ പഠിക്കുമ്പോൾ ഇത് ഇത്രയും നമുക്ക് മനസ്സിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ നിന്ന് വരുന്നത്. റോം, ഇപ്രോം, ഇപ്രോം ഇതിന്റെയൊക്കെ എക്സ്പാൻഷൻ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇലക്ട്രിക്കലി നമുക്ക് എറൈസ് ചെയ്യാൻ പറ്റുന്ന പ്രോം ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്രോം. ഇതുപോലെ. അപ്പൊ ഇത്രയും ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഒന്നുകൂടെ ഇത് പറയുന്നു, ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടർ മെമ്മറി, പ്രൈമറി, സെക്കൻഡറി. പ്രൈമറി മെമ്മറിയുടെ മറ്റൊരു പേരുകളാണ് ഇന്റേണൽ മെമ്മറി, മെയിൻ മെമ്മറി. പ്രൈമറി മെമ്മറിയെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്റേണൽ മെമ്മറി നമ്മൾ എന്ത് ചെയ്യുന്നു? 2ആയി തിരിക്കുന്നു. റാൻഡം ആക്സസ് മെമ്മറി എന്നും റീഡ് ഓൺലി മെമ്മറി എന്നും. റാൻഡം മെമ്മറി നമ്മൾ വീണ്ടും തിരിക്കുന്നത് എങ്ങനെയാണ്? SRAM, DRAM ആൻഡ് സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും എന്ന് 2ആയി തിരിക്കുന്നു. റോമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 3ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യുന്നു. പ്രോം, ഇപ്രോം, ഇപ്രോം ഇങ്ങനെ 3ആയി സബ് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്തായി? പ്രൈമറി മെമ്മറിയുടെ സെക്ഷൻ കംപ്ലീറ്റ് ആയി. ദെൻ നെക്സ്റ്റ് സെക്ഷൻ ഈ സെക്കൻഡറി അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറി എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ മെമ്മറി അതെങ്ങനെയൊക്കെയാണ്? സീക്വൻസും ഉണ്ട്, റാൻഡും ഉണ്ട്. സീക്വൻസ് എങ്ങനെയാണ്? ഒരേ പാതയിൽ നിന്ന് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മാറ്റി നമുക്ക് റാൻഡംലി ആക്സസ് ചെയ്യാൻ പറ്റില്ല. സീക്വൻസിന് എക്സാമ്പിൾ ആണ് ഏത്? മാഗ്നറ്റിക് ടേപ്പും ഗ്രാമഫോണും. റാൻഡം മെമ്മറിക്ക് എക്സാമ്പിൾ ഏതാണ്? മാഗ്നറ്റിക് ഡിസ്കും ഒപ്റ്റിക്കൽ ഡിസ്കും ഫ്ലാഷ് മെമ്മറി. ഇതിൽ മാഗ്നറ്റിക് വരുന്നത് ഏതാണ്? ഹാർഡ് ഡിസ്കും ഫ്ലോപ്പി ഡിസ്ക്. ഒപ്റ്റിക്സ് ഏതാണ്? CD, DVD. ദെൻ ഫ്ലാഷ് മെമ്മറി ഏതാണ്? പെൻ ഡ്രൈവ്, മെമ്മറി കാർഡ്. ഇത് സെറ്റ് ആണല്ലോ. ഇനി നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൈമറി മെമ്മറിയുടെ ഡീറ്റെയിൽ ആയിട്ടാണ്. ഇതിപ്പം ഓവർവ്യൂ മാത്രമാണ്. ഇതിനെ നമ്മൾ നല്ല രീതിയിൽ ഓരോന്നും നമ്മൾ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് അടുത്ത സെക്ഷൻ അല്ലെങ്കിൽ പ്രൈമറി മെമ്മറിയിലോട്ട് എന്താന്ന് കടക്കാം. പ്രൈമറി മെമ്മറി. പ്രൈമറി മെമ്മറിയുടെ പ്രത്യേകത എന്താണ്? പ്രൈമറി മെമ്മറി ഈസ് എ സെമി കണ്ടക്ടർ മെമ്മറി that is accessed directly by CPU. CPUവിന് ഡയറക്റ്റ് ആക്സസ് ഉള്ള മെമ്മറി ഏതെന്ന് ചോദിച്ചാൽ അത് ഏത് മെമ്മറിയാണ്? പ്രൈമറി മെമ്മറിയാണ്. CPU-ന് ഡയറക്റ്റ് ആക്സസ് ഉള്ള മെമ്മറി ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഏത് മെമ്മറി എന്ന് പറയണം? അത് പ്രൈമറി മെമ്മറിയാണ്. പ്രൈമറി മെമ്മറിയുടെ പ്രത്യേകത ഇതൊരു സെമി കണ്ടക്ടർ മെമ്മറിയാണ്. CPU-ന് ആക്സസ് ഉള്ളത് മാത്രമല്ല, അതിന്റെ പ്രത്യേകത എന്താണെടാ? അതൊരു സെമി കണ്ടക്ടർ മെമ്മറി കൂടെ ആണ്. ഓർക്കുക, സെമി കണ്ടക്ടർ മെമ്മറിക്ക് എക്സാമ്പിൾ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയണം? അത് പ്രൈമറി മെമ്മറിയാണ് അല്ലെ, സെമി കണ്ടക്ടർ മെമ്മറിയാണ്. റോം എന്ന് പറയുന്ന ഒരു സെമി കണ്ടക്ടർ. ഫാസ്റ്റസ്റ്റ് സെമി കണ്ടക്ടർ മെമ്മറി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതിനെ പറയണം? റോമിനെ പറയണം. ഇപ്പൊ നോക്കുക, പ്രൈമറി മെമ്മറി ഈസ് എ സെമി കണ്ടക്ടർ മെമ്മറി that is accessed directly by the CPU. CPU-ന് ഡയറക്റ്റ് ആക്സസ് ഉള്ള മെമ്മറി ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പ്രൈമറി മെമ്മറിയാണ്. നെക്സ്റ്റ് നോക്കും, ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിംഗ് ഡേറ്റ അറ്റ് ഹൈ സ്പീഡ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? CPU-ന് ഹൈ സ്പീഡിൽ അല്ലെ, വേഗത്തിൽ ഡേറ്റ ആക്സസ് ചെയ്യാനും സെൻഡ് ചെയ്യാനും സഹായിക്കുന്ന മെമ്മറിയാണ് ഏതെന്ന് പറയുന്നത്? പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. This include mainly 3 types of memories such as. ഏതൊക്കെയാണ് പ്രൈമറി മെമ്മറിയിൽ വരുന്ന 3 മെമ്മറീസ് നമ്മൾ പറയുന്നുണ്ട്? ഏതൊക്കെയാണ്? റാമും റോമും നമ്മൾ മെയിൻ ചാർട്ടിൽ പറഞ്ഞല്ലേ. അതിൻ്റെ കൂടെ ആരുകൂടെ ഉണ്ട്? ക്യാഷ് മെമ്മറി കൂടെ ഉണ്ട്. ആരൊക്കെയാണ്? അപ്പൊ പ്രൈമറി മെമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്ത 3 പേര് ആരൊക്കെ, അല്ലെങ്കിൽ 3 ടൈപ്പ് ഓഫ് മെമ്മറി ആരൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ ആരെയൊക്കെ പറയണം?
റാമിനെ പറയണം, റോമിനെ പറയണം, ക്യാഷെ പറയണം. ക്ലിയർ ആണ്? പ്രൈമറി മെമ്മറി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രൈമറി മെമ്മറി സെമി കണ്ടക്ടർ മെമ്മറിയാണ്. അതിനെന്താണ്? CPU ഡയറക്റ്റ് ആക്സസ് ഉള്ള മെമ്മറിയാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. 3 ടൈപ്പ് ഏതൊക്കെയാണ്? റാം, റോം ആൻഡ് ക്യാഷ് മെമ്മറി. റാം, റോം ആൻഡ് ക്യാഷ് മെമ്മറി.